അവർക്ക് ഒരു പെൺകുട്ടി എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും ബേസിക്കലി. അപ്പോൾ ഒരു പെണ്ണ് എന്താണ്, കാരണം അവർ ബേസിക്കലി കുറേ ആളുകൾ നാട്ടിലൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടിലൊക്കെ ജീവിക്കുന്നത് വെച്ചാൽ അവർ ഈ പെൺകുട്ടികളിൽ നിന്നൊക്കെ വേറിട്ടായിരിക്കും ജീവിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ആദ്യം പെണ്ണ് കാണാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇതെല്ലാം സില്ലി ഈ സൂപ്പർഫിഷ്യൽ ലെയറിലുള്ള ശാരീരിക അളവുകോലുകൾ വെച്ചിട്ടുള്ള കണക്കായിരിക്കും. അതായത് മുടി നീളമുള്ള വേണം, കണ്ണിങ്ങനെ ആയിരിക്കണം, മൂക്കിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുറത്ത് കാണിക്കാൻ അപ്പം നാട്ടുകാർ പറയും ഭയങ്കര സുന്ദരിച്ചാണല്ലോ. ഇതാണ് അപ്രോച്ച്. അപ്പം ഇതുപോലുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടോൾ, ഡാർക്ക്, ഹാൻസം, പിന്നെ റിച്ച് ആയിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം. ഇത് ബേസിക്കലി ജെൻഡർ, അതായത് സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ബേസിക്കലി അവരും ചിന്തിക്കുന്നത്, കുറേശ്ശെ സ്ത്രീകളും ചിന്തിക്കുന്നത് ഈ സൂപ്പർഫിഷ്യൽ ലെയറിലുള്ള ശാരീരിക അളവുകോലുകൾ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യണം. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് രാകേഷ് മണ്ടോടിയാണ്. രാകേഷ് ചേട്ടാ, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. താങ്ക് യു. ഇപ്പം എഴുതിയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരയായാലും ഗോദയായാലും ഒരു ജാതി ജാതകം, ഈ ബാക്കി 2 സിനിമകളിൽ നിന്ന് ഇതിലേക്ക് വരുമ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾ ഓൺ കോമഡി എൻ്റർടൈനറാണ്. ഈ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ജോണർ ഷിഫ്റ്റ് അങ്ങനൊരു അങ്ങനൊരു ഒരു ഉറപ്പിച്ചെടുത്ത തീരുമാനമൊന്നുമല്ല. അതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ആക്ച്വലി ഞാൻ പറയാൻ കാരണം, ഇതിനു മുമ്പേ വേറൊരു സിനിമയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ തിര, ഗോദ കഴിഞ്ഞിട്ട് വേറൊരു ത്രില്ലറായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ആക്ച്വലി ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ അതും ആക്ച്വലി നിങ്ങൾ ചോദിച്ച പ്രകാരം ജോണർ ഷിഫ്റ്റ് തന്നെയാണത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൊറോണ വന്നു, വേറെ ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു എന്താ പറയുക, ആക്സിഡൻ്റലി കയറി വന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ച് തീരുമാനിച്ച് ഇനി നമുക്ക് ഈ സിനിമ കഴിഞ്ഞു, ത്രില്ലർ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇനി അടുത്തത് വേറെ ജോണർ ഷിഫ്റ്റ് വേറെ എടുക്കാം, അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. എൻ്റെ ഡയറക്ടോറിയലിൻ്റെ ഇടയിൽ അത് ഒന്ന് സ്റ്റാളായപ്പോൾ സംഭവിച്ച ഒരു ചെറിയൊരു ഡീവിയേഷൻ. അപ്പം ആക്ച്വലി ഇത് വിനീതിന് വേണ്ടിയിട്ട് ഞാനും മാമനും കൂടി വേറൊരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു കംപ്ലീറ്റ് ഫൺ എൻ്റർടൈനർ അല്ലായിരുന്നെങ്കിലും അതൊരു പേഴ്സണൽ ജേണി ആയിരുന്നു ആ സിനിമ. അപ്പോൾ ആ സിനിമ ഞങ്ങൾ ഉണ്ടാക്കി വിനീതിൻ്റെ അടുത്ത് കഥ പറയാൻ പോയി. വിനീതിന് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് ആയിരിക്കും വർക്കായില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വർക്കായില്ല. അത് അങ്ങനെ ശരി, അവിടം വരെ എത്തിയതാണല്ലോ, വേറെ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി അവിടെ. അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി പ്ലാൻ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാനങ്ങ് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വിനീതിന് വർക്കായി. അതാണ് ഈ ഒരു ജാതി ജാതകം. എന്നാൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് വർക്ക് ചെയ്യും, നമുക്കിത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വിനീത് ഒരു ഗോ ഹെഡ് പോലെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തു. വെച്ചാൽ ഞാനും എൻ്റെ കോ-റൈറ്ററും സരേഷ്, എനിക്ക് എഴുത്തിനും വേണ്ടിയിട്ട് ഞാൻ വടകര ഇരിങ്ങലിൽ ഞാൻ താമസിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞൊരു 5 വർഷമായിട്ട്. എൻ്റെ സെക്കൻഡ് ഹോം, പാർട്ടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഹോമാണ് ഇരിങ്ങൽ. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെ ആക്സിഡൻ്റലി കയറി വന്ന ഒരു സബ്ജക്റ്റാണ് ഒരു ജാതി ജാതകം. ഈ ഒരു സിനിമയുടെ മെയിൻ കോർ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഒരു കല്യാണം നോക്കി നടക്കുന്നു, 30+ ആയിട്ടുള്ള ഒരാൾ കല്യാണം നടക്കാതെ പോകുന്നു, നോക്കി അവസാനം ബുദ്ധിമുട്ടുന്നു, ജാതകം എന്നുള്ള പറയുന്ന ആ ഒരു സബ്ജക്റ്റും. അപ്പം ഇതെല്ലാം കൂടെ, ഈ ജാതകം, പ്രായം, കല്യാണം, അതുപോലെ മാട്രിമോണി സൈറ്റ്സ്, വിശ്വാസം, ഓവർ വിശ്വാസം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? അത് നമ്മുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. ഒന്ന് ഫസ്റ്റ് എൻ്റെ മാമനാണ്. ഞാൻ നേരത്തെ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മൂപ്പർ ഞാൻ ആദ്യം വിചാരിച്ചത് 88 പെണ്ണ് കണ്ടു എന്നാണ്. പിന്നെ എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞു അല്ല 120 പെണ്ണ് കണ്ടിട്ടുണ്ടെന്ന്. അത് പഴയ കാലത്തിൽ, അതായത് മാട്രിമോണിയിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ 120 പെണ്ണ് കണ്ടത്. അത് ഒരു പ്രധാന ഇതാണ്. രണ്ടാമത്തെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ, ഇവർ ഒരു 5-8 വർഷം എടുത്തിട്ടാണ്
പിന്നെ അവസാനം കല്യാണം കഴിച്ചത്. അപ്പം ഈ കുറച്ച് നമ്മളെ ചുറ്റുമുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, കുറച്ച് ഫ്രണ്ട്സ്, കുറച്ച് ഫാമിലി, ഇവരുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. പ്രത്യേകിച്ച് നിങ്ങൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ആദ്യം പെണ്ണ് കാണാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ഇതെല്ലാം സില്ലി ഈ സൂപ്പർഫിഷ്യൽ ലെയറിലുള്ള ശാരീരിക അളവുകോലുകൾ വെച്ചിട്ടുള്ള കണക്കായിരിക്കും. അതായത് മുടി നീളമുള്ള വേണം, കണ്ണിങ്ങനെ ആയിരിക്കണം, മൂക്കിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഇതൊക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ ശാരീരിക അളവുകോലുകൾ വെച്ചിട്ടാണ് ഇവർ ഒരു പെണ്ണിനെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പെൺകുട്ടി എന്താണ്, ആ പെൺകുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, ആ പെൺകുട്ടി നമ്മൾ ഏത് രീതിയിൽ പിന്നെ മുന്നോട്ട് പോകും ഒരു ചിന്തയുമില്ല. അതായത് മൂക്കിങ്ങനെ ആയിരിക്കണം, കണ്ണിങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. ഇതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ചുറ്റും സമൂഹത്തിൽ. അപ്പം അവർ കുറച്ച് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് പെണ്ണ് കിട്ടാണ്ട് വർഷങ്ങൾ പോകുമ്പോൾ അവർ ഈ കണ്ടീഷൻസൊക്കെ കളയും. അവസാനം ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ മതി എന്നുള്ള കണ്ടീഷനാവും. അതും ആക്ച്വലി ഒരു ബേസിക്കലി ഒരു മെയിൽ ഷോവനിസ്റ്റ് അപ്രോച്ച് തന്നെയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് നമ്മളെ സഹായിക്കാൻ, നമ്മളെ വയസ്സാങ്കാലത്ത് നമ്മളെ ശുശ്രൂഷിക്കാൻ, അങ്ങനെയൊക്കെയാണ് ചിന്ത. അതായത് ഒരു പെൺകുട്ടി വരുന്നത് ഒരാണിനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമാണെന്നുള്ള ബേസിക് ചിന്തയുടെ പുറത്ത് വരുന്നതാണ്, ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഈ ആദ്യത്തെ സൗന്ദര്യ അളവുകോലുകളൊക്കെ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയാനുള്ള ഒരു ഇത് വേണം. സുന്ദരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒരു ട്രോഫി വൈഫാണ് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു സ്ട്രോങ് വുമണിനോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു പാർട്ട്ണറിനെയോ ഒരു സുഹൃത്തിനെയോ ഒന്നുമല്ല പുറത്ത് കാണിക്കാൻ. അപ്പം നാട്ടുകാർ പറയും ഭയങ്കര സുന്ദരിച്ചാണല്ലോ. ഇതാണ് അപ്രോച്ച്. അപ്പം ഇതുപോലുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് വളരെ സില്ലി റീസൺസ്. നീളമുള്ള മുടി വെച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യാനാണ്? കാരണം ആ ഭാര്യക്കത് നീളമുള്ള മുടി കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക എന്നല്ലാണ്ട് കുളിക്കാനും സമയമെടുക്കും, അല്ലെങ്കിൽ അല്ലാണ്ട് ഈ ഭർത്താവിന് ഈ നീളമുള്ള മുടി ഉള്ള ഭാര്യ കൊണ്ട് അയാൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പം ഇത്തരം സില്ലി റീസൺസ് വെച്ചിട്ടാണ് ആളുകൾ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിലയിരുത്തുന്നത്. ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ മുടിയിലും മൂക്കിൻ്റെ ഷേപ്പിലും കണ്ണിൻ്റെ ഭംഗിയിലും ഒന്നുമല്ല ഒരു സ്ത്രീ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശക്തി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ കളിയാക്കാനാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80-90% ആളുകൾ ഇങ്ങനെയാണ്. ഈ ഒരു രീതി പുരുഷന്മാരെ മാത്രം കാറ്റഗറൈസ് ചെയ്യാണോ, അത് സ്ത്രീകളും ഈ രീതിയിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോൾ ഒരു ജെൻഡർ ഇതൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടോൾ, ഡാർക്ക്, ഹാൻസം, പിന്നെ റിച്ച് ആയിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം. ഇത് ബേസിക്കലി ജെൻഡർ, അങ്ങനെ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ബേസിക്കലി അവരും ചിന്തിക്കുന്നത്, കുറേ സ്ത്രീകളും ചിന്തിക്കുന്നത് ഈ സൂപ്പർഫിഷ്യൽ ലെയറിലുള്ള ശാരീരിക അളവുകോലുകൾ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യണം. ഒറ്റ നോട്ടത്തിൽ എന്താണ് പൊട്ട് തൊട്ടിട്ടുണ്ടോ? നമ്മളെ വിനീതിൻ്റെ ചില സിനിമകളിലുണ്ടാവും. വിനീത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിലത് കാര്യങ്ങൾ പറയാം. അപ്പം പൊട്ട് തൊട്ടിട്ടുണ്ടോ? പ്രണയമാണ്. മുടി അഴിച്ചിട്ടാൽ പ്രണയമാണ്. ഇതിൽ എന്ത് പ്രണയമാണെന്നുള്ളത് പിന്നെ അവനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാതെ അത് നിങ്ങൾ എപ്പോഴെങ്കിലും അവനെ കിട്ടിയാൽ ചോദിക്കണം. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം കുറേ ആളുകൾക്ക് ഇതാണ് പ്രശ്നം. അതായത് ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ നമ്മൾ പുറം കാഴ്ചകളിലാണ് അവർ അഭിരമിക്കുന്നത്, പുറം കാഴ്ചകളാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പല റിലേഷൻഷിപ്പും വർക്കാവാത്തത്. അല്ല, ഈ പുറം കാഴ്ചകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൗന്ദര്യ സങ്കല്പമായിരിക്കില്ലല്ലോ എൻ്റെതായിരിക്കില്ല വേറൊരാളുടെ. ഒരു അമേരിക്കക്കാരൻ്റെ സങ്കല്പമായിരിക്കില്ല ഇവിടുത്തത്. അപ്പോൾ ഇതെല്ലാം റിലേറ്റീവാണ്. ഇതെല്ലാം ഭയങ്കര സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതുപോലുള്ള കുറേ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് ഇതിൽ ജയേഷ്. എനിക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യം സിനിമയിലും ആഡ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ഈ ജയേഷിനെ റിജക്ട് ചെയ്യുന്നതും സ്ത്രീകളുടെ ആ ഒരു എക്സ്പെക്ടേഷനും അവർ ഈ ലുക്ക് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതും വെച്ചിട്ടാണല്ലോ. ഇതിലിപ്പം ജയേഷ് പെണ്ണ് കാണാൻ തുടങ്ങുമ്പോൾ ചില കുട്ടികൾ പറയുന്നുണ്ട്, എനിക്ക് മീശയുള്ള ആൺകുട്ടികളെ ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. മീശയുള്ള ആൺകുട്ടികളെ ഇഷ്ടമല്ല, പിന്നെ എന്താ പറയുക, നീളമുള്ള ആൺകുട്ടികൾ വേണം,
അതിൽ ഭയങ്കര ടോൾ, ചില കുട്ടികളുടെ സങ്കല്പം വെച്ചാൽ ടോൾ ഡാർക്ക് ഹാൻസം, അല്ലെങ്കിൽ ടോൾ വൈറ്റ് ഹാൻസം, അങ്ങനെ പല പല സങ്കല്പങ്ങളാണ്. ഇത് പെൺകുട്ടികൾക്കുണ്ട് ആൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇവർ ആരും ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത് ഇതൊന്നുമല്ല. അപ്പോൾ ഭംഗി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു 50 വർഷം മുമ്പേ സഞ്ചരിച്ച് നോക്കുക. 50 വർഷം മുമ്പിലത്തെ ഭംഗീൻ്റെ സ്റ്റാൻഡേർഡല്ല ഇപ്പോൾ ഉള്ളത്, അല്ലേ? അപ്പോൾ പണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും കുറച്ച് തടിച്ച ആളുകളാണ് ഭംഗി എന്ന് പറയുന്നത്. പിന്നീടത് ഈ പിന്നെ മോഡേൺ വേൾഡിൽ ഈ എന്താ പറയുക, വളരെ മെലിഞ്ഞ സ്ത്രീകളായി അതിന് സ്ഥാനം, ശാരീരിക മറ്റേ ഇതൊക്കെ വെച്ചിട്ട് പിന്നീട് അതിനി മാറിക്കൊണ്ടേയിരിക്കും. ഈ അളവുകോലുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യമുള്ളൂ, ഇത് ഓരോ കാലത്തും ഓരോ കാലഘട്ടം ഓരോരുത്തരുടെ ചിന്ത മാത്രമാണ്. അല്ലാതെ ഇതൊന്നും നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട സംഗതികളേ അല്ല. അത്രയേ ഉള്ളൂ. അപ്പം ബേസിക്കലി ജയേഷ് എന്ന് പറയുന്നത് ഈ ബാഡ് സൈഡിൽ നിൽക്കുന്ന, ഇതിനെയൊക്കെ മോശമായിട്ട് കാണുന്ന, ബേസിക്കലി സ്ത്രീകളെ മോശമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അതിലേറെ പരിഹാസങ്ങളും അതിലേറെ ഇതും കിട്ടുമ്പോഴാണ് അവനിത് ആലോചിക്കുന്നത്, അയ്യോ ഞാനിങ്ങനെ വേറൊരാളെ അപമാനിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുന്നത്. അപ്പോഴൊക്കെയാണ് ഇതൊക്കെ തെറ്റാണല്ലോ, ഇങ്ങനെയൊന്നും അല്ല ഈ ലോകത്തെ കാണേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീകളെ കാണേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ജെൻഡർ ഇതിനെ കാണേണ്ടത് എന്നുള്ള ചിന്തയാണ് ജയേഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അവനൊരു ബേസിക്കലി ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ നിന്നും ഈ ജയേഷിനെ ഒരു ഗേ ആയിട്ട് ചിത്രീകരിക്കുന്നതിലോട്ടും വരുന്നുണ്ടല്ലോ, അതും എവിടെന്നെങ്കിലും റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് വല്ലതും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണോ? ഇല്ല, അത് അങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറി പിന്നെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതല്ല. അത് ഒരു സംശയം മാത്രമാണ്. അത് അവൻ്റെ ഒരു സംശയമാണ്. പലർക്കും അങ്ങനെ സംശയമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മളത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായി സംശയങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ ഏത് രീതിയിൽ വരുന്നു, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നമ്മൾ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് സെക്ഷലി ആക്റ്റീവ് ആവുന്നത്, ഇതൊന്നും ചെയ്യാത്ത ആളുകളുണ്ടാവും. അവർ വളരെ എന്താ പറയുക, ന്യൂട്രലായിട്ട് ജീവിക്കുകയും അവർക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടാവും. അവർക്ക് ഒരു പെൺകുട്ടി എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും ബേസിക്കലി. അപ്പോൾ ഒരു പെണ്ണ് എന്താണ്, കാരണം അവർ ബേസിക്കലി കുറേ ആളുകൾ നാട്ടിലൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടിലൊക്കെ ജീവിക്കുന്നത് വെച്ചാൽ അവർ ഈ പെൺകുട്ടികളിൽ നിന്നൊക്കെ വേറിട്ടായിരിക്കും ജീവിക്കുക. കാരണം ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ഒരു 8th സ്റ്റാൻഡേർഡ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അവരുടെ കസിൻസിൽ നിന്നൊക്കെ ഈ അമ്മൂമ്മമാരൊക്കെ അവരെ മാറ്റി നിർത്തും. നിങ്ങൾ പെൺകുട്ടികളല്ലേ പോയി കളിക്ക്, ആൺകുട്ടികൾ വേറെ മാറട്ടെ. അപ്പോൾ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കുന്നൊരു പരിപാടി നാട്ടിലുണ്ട്. അപ്പം വേർതിരിച്ച് വെക്കുക. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ മാറിപ്പോയി അവർക്ക് ഈ പെൺകുട്ടികളുടെ സഹവാസം പോലും ഇല്ലാണ്ടാവും. പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റില്ല, പെൺകുട്ടികളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് പോസിബിലിറ്റി ഉണ്ടാവില്ല. ഇപ്പം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുമ്പോഴും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ, റിലേഷൻഷിപ്പ് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് ആ കുട്ടിയുടെ വിഷമങ്ങൾ മനസ്സിലാവുക, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ എല്ലാ വ്യാകുലതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അവരെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പിടുത്തം കിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഏതോ ഒരു അത്ഭുത ജീവിയായിട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. വേറെ പലതിനുമുള്ള ഒരു ഒബ്ജക്റ്റ്. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ പരസ്പരം മനസ്സിലാക്കാണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ വേറൊരു സംഗതിയെ നമ്മളൊരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റിഫൈ ചെയ്യും. അത് സിനിമയിലും എല്ലാം കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാണ്ട് പോകുന്നിടത്താണ് അത് നമ്മളെ അപ്ബ്രിങ്ങിങ്ങിലെല്ലാം ഉണ്ട്. നമ്മളെ പഴയ പിന്നെ നമ്മളെ ഒരു സ്റ്റൈൽ ഓഫ് തറവാടുകളിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഈ കസിൻസിനൊക്കെ ഒരുമിച്ച് കളിക്കാനൊക്കെ വിടും. ഒരു 8th കഴിയുമ്പോൾ ഇനി നിങ്ങൾ
വേറെ കളിച്ചോ, ഇനി നിങ്ങൾ വേറെയാണ് എന്നുള്ളൊരു ഡിവിഷൻ അവിടെ വരും. അതോടുകൂടി നമുക്ക് ഇവരെന്തോ വേറെന്തോ ആൾക്കാരാണെന്നുള്ള ഒരു തോന്നൽ വരും. അങ്ങനെ നമ്മുടെ ഈ ആൺ പെൺ വ്യത്യാസം നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നിടത്താണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം കിടക്കുന്നത്. ഈ ഒരു കഥ ഭയങ്കര സീരിയസ് ആയിപ്പോയാ? ഇല്ല, ഈ ഒരു കഥ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മനസ്സിൽ വന്നതാണെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. ഈ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോരുത്തരും കഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നു. ഇത് ഈ വർഷം ഇറങ്ങിയാലേ ശരിയാവൂ, അല്ലെങ്കിൽ ഇത് ഒരു വർഷം മുൻപ് ഇറങ്ങണ്ടായിരുന്നല്ലോ, 2 വർഷം കഴിഞ്ഞ് അങ്ങനെ കാലത്തിനനുസരിച്ച് മാറുന്ന സിനിമകൾ എന്ന് പറയല്ലോ. അപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നു. ഈ വർഷം ഇറക്കാനായിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരില്ലേ? അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ആഡ് ചെയ്തിരുന്നോ? മാറ്റങ്ങൾ നമ്മൾ സത്യം പറഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോകാൻ വന്നേ പറ്റുള്ളൂ. കാരണം ഇത് ഞാൻ ബേസിക്കലി ആലോചിക്കുന്നത് 2013 കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വിശ്വൻ വെച്ചാൽ ഇതിന് ഈ സിനിമയുടെ ക്യാമറാമാൻ കൂടിയാണ്, പിന്നെ സന്നിത്ത് എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളങ്ങനെ ആലോചിച്ചതാണ്. അപ്പോൾ ബേസിക്കലി ഞങ്ങളെന്ന് ആലോചിച്ച് ഇങ്ങനെ ചെന്നൈയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആലോചിച്ച് മുന്നോട്ട് പോയില്ല, സെക്കൻഡ് ഹാഫ് ഒന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ അന്ന് അതിൻ്റെ ടൈറ്റിൽ നമ്മൾ ഇട്ടിരുന്നത് എ ക്വൻറ്റിസെൻഷ്യൽ മല്ലു എന്നാണ്. ഒരു ടിപ്പിക്കൽ മല്ലു, ഒരു മല്ലുവിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും കൂടിയിട്ടുള്ള ഈ വെളിച്ചെണ്ണ തേക്കുന്ന, പിന്നെ എവിടെ പോയാലും പത്രം വായിക്കുന്ന, ഇങ്ങനെയുള്ള ഒരു മലയാളിയുടെ, ഒരു ടിപ്പിക്കൽ മലയാളിയുടെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ക്യാരക്ടറും, ആ ക്യാരക്ടറിന് സ്ത്രീകളെ അറിയാണ്ട് പോയതും അങ്ങനെയൊക്കെയായിരുന്നു ആ സബ്ജക്റ്റ്. അപ്പം അത് മുന്നോട്ട് പോയില്ല. അപ്പോൾ അത് മുന്നോട്ട് പോയി പിന്നെ അതങ്ങ് വിട്ടു, വേറെ സബ്ജക്റ്റുകളിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്സിഡൻ്റലി ഇത് കയറി വന്നു. അപ്പോൾ അത് ആ ആലോചിച്ച സമയവും പിന്നീട് ഇത് വിനീത് ആക്സെപ്റ്റ് ചെയ്ത സമയവും തമ്മിൽ ഒരു 5-6 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ പക്ഷെ ബേസിക്കലി ആണും പെണ്ണും വലിയ വ്യത്യാസത്തിലൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു ആണൊരു പെണ്ണിനെ വിലയിരുത്തുന്നതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് പക്ഷേ മാട്രിമോണി ഇത്ര ട്രെൻഡിങ് ആയിരുന്നു. അതെ, അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഈ മാട്രിമോണിയൽ പരിപാടിയൊക്കെ ട്രെൻഡിങ് ആയി മുന്നോട്ട് പോയി. റിലേഷൻഷിപ്പ് മാനേജർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകളൊക്കെ വന്നു മാട്രിമോണിയൽ കമ്പനികളിൽ. അപ്പോൾ ഓരോരുത്തരും പേഴ്സണൽ റിലേഷൻഷിപ്പ് മാനേജർ വരെയായി. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയെ അസൈൻ ചെയ്യും, ആ വ്യക്തിയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളെ ഇതിലുണ്ടായിട്ടുള്ളൂ. കാരണം ബേസിക്കലി ഒരു സെൻസിബിലിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സാങ്കേതികമായിട്ടുള്ള ചില ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഉള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തീർത്തെടുക്കാൻ പറ്റി. ചില സബ്ജക്റ്റുകൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചില സബ്ജക്റ്റുകൾ ഈവൻ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ അത് പഴയതായിപ്പോകും. ഞാൻ നേരത്തെ ഒരു വർക്ക് ചെയ്തൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് ഞാൻ 2 വർഷം കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ എനിക്ക് തന്നെ അത് ഭയങ്കര ഇതെന്ത് പഴയ അങ്ങനെ തോന്നിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെ വർക്ക് ചെയ്ത സബ്ജക്റ്റുകൾ, പിന്നെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഡയറക്റ്റ് ചെയ്യാൻ വെച്ച സബ്ജക്റ്റ് അതിനുശേഷം പിന്നെ അതുമായി ബന്ധപ്പെട്ട പല പ്രൊജക്റ്റുകൾ വന്നു, സക്സസ്ഫുൾ സിനിമകൾ വന്നു. അപ്പം നമ്മളിങ്ങനെ തിയേറ്ററിലിരിക്കുമ്പോൾ അയ്യോ ആ സീന് പോയി, അയ്യോ ഇത് പോയി, ഇത് മാറ്റണം, ഇങ്ങനെ നമ്മൾ ഹാർട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട സിനിമകൾ വരുമ്പോൾ വീട്ടിൽ പോയി മാറ്റണം, പൊളിക്കണം. അത് സത്യമാണ്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും പുരുഷന്മാർക്കും ബേസിക്കലി ഇപ്പോൾ ഒരുപോലൊക്കെ തന്നെ ആയതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഞാനൊരു ആഡ് ഓൺ ചെയ്യും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പറഞ്ഞല്ലോ നമ്മുടെ കഥയുമായിട്ട് സിമിലർ ആയിട്ടുള്ള, ഞാൻ ഈ ഒരു ജാതി ജാതകം ഞാൻ തിയേറ്ററിൽ കണ്ടപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ, ഞങ്ങൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് എഴുതി വെച്ചിരുന്ന അതേ സാധനം തന്നെയായിരുന്നു അത്. ഇവിടെ ഉണ്ട്, ഇയാളായിരുന്നു. അവിടെ ഇരുന്ന് കണ്ടിട്ട് എൻ്റെ കഥ, എന്നിട്ട് ഇൻ്റർവെല്ലിന് കുറച്ചു നേരം പുറത്തു വരുന്നു, വിഷമിക്കുന്നു, അങ്ങനെയൊക്കെ. ഇപ്പം സിനിമയിൽ അങ്ങനത്തെ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടില്ലല്ലോ. അപ്പം അത് നേരത്തെ എഴുതി വെച്ച് അല്ല, ഇതിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം ഇവിടെ സംഭവിച്ചു. ഇതേ സംഭവം റിവേഴ്സ് നടക്കാം. നിങ്ങളെ സുഹൃത്ത് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സിനിമ വന്നിട്ടുണ്ട്, പോയി കാണുമെന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും സംഭവിക്കാം.
ബേസിക്കലി സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും സിനിമയിലും അപ്ഡേഷൻ എന്ന് പറയുന്ന സംഗതിയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കഥകൾ ബേസിക്കലി ഇപ്പോൾ കഥകൾ എന്ന് പറയുന്നത് ബേസിക്കലി 5-6 കഥകളേ ഉള്ളൂ ലോകത്തുള്ളൂ. ഇത് നമ്മൾ നമ്മളുടെ തിങ്കിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാം സിമിലറാണ്. അതിൻ്റെ 1% മാത്രമേ നമ്മൾ മാറുന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി ഈ ലോകത്ത് 5-6 കഥകൾ മാത്രമേ ഉള്ളൂ. ഒരാൾ പ്രണയിക്കുന്നു, കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നു, അവസാനം ഒന്നിക്കുകയോ ഒന്നിക്കാതിരിക്കുകയോ ചെയ്യുന്നു. ഒരു ക്രൈം നടക്കുന്നു, ഇങ്ങനെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. ഇതുപോലുള്ള ഒരു ബേസിക്കലി 6 or 8 സ്റ്റോറീസേ ലോകത്തുള്ളൂ. അപ്പം ഇതിൻ്റെ റീഹാഷിംഗ് ആണ് ലോകത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ വർക്ക് ചെയ്തെടുത്ത പല സബ്ജക്റ്റുകളും എൻ്റെ കണ്ണ് മുമ്പെന്ന് സിനിമയായിട്ടുണ്ട്. പല ഫേമസ് സിനിമകൾ. ക്ലാസ്മേറ്റ്സ് ഒരു ഉദാഹരണമാണ്. ക്ലാസ്മേറ്റ്സ് ഇതിന് മുമ്പ് ഞാനിങ്ങനെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആലോചിച്ച് ക്ലാസ്മേറ്റ്സ് കാണാൻ പോയപ്പോൾ എൻ്റെ കണ്ണെന്നൊക്കെ എന്താ പറയുക, ഇരുട്ടോ എന്തോ കണ്ണീരോ എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അധിക കാലെടുക്കരുത്. നിങ്ങളൊരു സബ്ജക്റ്റ് ആലോചിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പ്രൊജക്റ്റ് ആക്കുക, പെട്ടെന്ന് ആർട്ടിസ്റ്റുകളെ അറ്റാച്ച് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് സിനിമയാക്കുക. കാലെടുക്കും തോറും ആ തോട്ട് വേറൊരാൾക്കും വരാം. നമ്മളെല്ലാം ഹോമോസാപ്പിയൻസ് ആണ്. നമ്മളൊന്നും അങ്ങനെ ഭയങ്കര വ്യത്യസ്ത ആളുകളൊന്നുമില്ല. ഒരാൾ ഭയങ്കരനും ഒരാൾ താഴെക്കടലുള്ള ആളൊന്നുമില്ല. എല്ലാവരും ഏകദേശം ഒരുപോലെയാണ്. പലർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ ഫാമിലി പ്രഷറും അവരുടെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നമൊക്കെ കാരണം. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും ഈ ലോകത്ത് മികച്ച സൃഷ്ടികൾ ക്രിയേറ്റ് ചെയ്യും. പലർക്കും പല പ്രശ്നങ്ങൾ കാരണമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ. എല്ലാവരും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്, ആരും വലിയവനൊന്നുമില്ല. അപ്പോൾ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ ഇതിൽ വഴിയുള്ളൂ.